വെൽക്കം ടു എ ന്യൂ സെഷൻ. നമ്മൾ മോഡൽ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി, അതിൻ്റെ മെഷർമെൻറ്റ്, കോമ്പറ്റീറ്റീവ്നെസ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഡിസിഷൻ ട്രീ, സെർട്ടനിറ്റി, അൺസെർട്ടനിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലെ മോഡൽസുമാണ്. ഫസ്റ്റ് ടോപ്പിക് ഈസ് കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മെഷർമെൻറ്റ്. ഇതിൽ ഒരു ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡക്ടിവിറ്റിയും അതിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ പഠിക്കുന്നത്. അതിൽ വരുന്ന വൺ ഓഫ് ദ ടോപ്പിക് ഈസ് കോമ്പറ്റേറ്റീവ് മാനേജ്മെൻറ്റ്. കോമ്പറ്റേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രി ലോങ് ടേമിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് പ്ലാനാണ്. അതിൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പറ്റീറ്റീവ്നെസ് വേണം, ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റിന് ഒരു റോളുണ്ട്, ഇന്നോവേഷനുണ്ട്, സ്പീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ ഒരു ഫാക്ടറായിട്ട് വരും. ഇതെല്ലാം എങ്ങനെ അച്ചീവ് ചെയ്യാം, എങ്ങനെയാണ് ഇൻഡസ്ട്രീന് ബെനിഫിറ്റ് ആയിട്ട് വരുന്നതെന്നാണ് ഈ ഒരു സെഷനിൽ പഠിക്കേണ്ടത്. അതിൽ ഇന്നോവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഒരു മാനേജ്മെൻറ്റ് പ്രോപ്പർലി നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി, അതുപോലെ തന്നെ പീപ്പിൾ ഔട്ട്കം എന്ന് വെച്ചാൽ സർവീസസ് ഓഫ് ഗുഡ്സ് ആൻഡ് പ്രോഡക്റ്റ്, അതൊക്കെ നമ്മൾ വിലയിരുത്തുക, അതിനെ മോണിറ്റർ ചെയ്യുക, പിന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്യുക. സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് വരുന്നത് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, സർവീസസ് എക്സെട്രയാണ്. അതിൽ റിലയബിലിറ്റി, ലോങ് ടേം ഡ്യൂറബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു ഇൻഡസ്ട്രി ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എപ്പോഴും അഷ്യൂർ ചെയ്യുക. ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി ഡ്രമാറ്റിക്കലി enhance the acceptance of product among the customers എന്ന് നമുക്ക് പറയാം. അപ്പോൾ ക്വാളിറ്റി അഷ്യൂറൻസ് ഈസ് വൺ ഓഫ് ദ മെയിൻ ടോപ്പിക് ഓഫ് കോമ്പറ്റേറ്റീവ് മാനേജ്മെൻറ്റ് മെത്തേഡ്. സ്പീഡ് ആൻഡ് കോസ്റ്റ് കോമ്പറ്റേറ്റീവ്നെസ് ആർ അതർ ടു ഫാക്ടർ. സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഫാസ്റ്റ് ആൻഡ് ഹൗ ടൈംലി പ്രോജക്റ്റ് ഈസ് ബീൻ എക്സിക്യൂട്ടഡ്, ഹൗ റെസ്പോൺസ് ഈസ് ബീൻ ടേക്കൺ ഇൻ ടു ആക്ഷൻ. ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം നമ്മുടെ റിക്വയർമെൻറ്റ് ഭയങ്കര ഡ്രാസ്റ്റിക്കലി എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഡിമാൻഡ്. അപ്പോൾ അതിന് സ്പീഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഡെലിവറി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നെ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കോമ്പറ്റേറ്റീവ്നെസ് ആണ്. എത്ര ചെറിയ എമൗണ്ടിൽ നമുക്ക് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ എഫക്റ്റീവായിട്ട് റിസോഴ്സസ്, അതായത് റോ മെറ്റീരിയൽസിനെ യൂസ് ചെയ്ത് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ലിമിറ്റഡ് കോസ്റ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ചെറിയ തിങ്സാണ് ബിഗ് മണി സേവ് ചെയ്യുന്നത്. കാരണം ചെറിയ ചെറിയ കോസ്റ്റ് സേവിങ് സ്റ്റെപ്സ് നമ്മളൊരു പ്രോസസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും പൈസ കുറയ്ക്കാൻ കിട്ടുന്ന ഒരു സ്റ്റേജും നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അർത്ഥം. So these factors are the advantage of competitive management method. Now we will discuss another topic that is called productivity. Productivity എന്ന് പറയുന്നത് is a ratio of output by input എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. പ്രൊഡക്ടിവിറ്റിയിൽ മെയിനായിട്ട് നോക്കേണ്ടത് പ്രൊഡക്ടിവിറ്റി ഷുഡ് ഫോക്കസ് ഓൺ എന്താണ്? ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് വിച്ച് ഈസ് ഡെലിവേർഡ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഒരു ടേം ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിങ് അവർ വർക്ക് പ്രോസസ് ഇൻ ടു ഇംപ്രൂവ്ഡ് വർക്ക് പ്രോസസ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇമേജ് കാണിക്കുന്നത് O എന്ന് കാണിക്കുന്ന ഔട്ട്പുട്ടും I എന്ന് പറയുന്ന ഇൻപുട്ടുമാണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് എന്താണ്? എപ്പോഴും നമ്മുടെ പ്രൊഡക്ടിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ക്വാളിറ്റി നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ ഔട്ട്പുട്ട് കൂട്ടേണ്ടി വരും, ചിലപ്പോൾ ഔട്ട്പുട്ട് കുറയ്ക്കേണ്ടി വരും, കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കേണ്ടി വരും. അതിൻ്റെയാണ് പിക്ചറൽ റെപ്രസെൻറ്റേഷനിൽ കാണുന്നത്. ഫസ്റ്റ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് കൂടുക വിത്ത് റെസ്പെക്ട് ടു റെഡ്യൂസ്ഡ് ഇൻപുട്ട്. സെക്കൻഡ് ഇമേജ് നോക്കുമ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസസ് വിത്ത് റെസ്പെക്ട് ടു കോൺസ്റ്റൻറ്റ് ഇൻപുട്ട്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ ആരോയിൽ കാണിക്കുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. Now we will solve one problem. Let us assume that farmer get an yield of 25 bags of paddy from his land, for which he spent rupees 1200. Each bag is sold for 120 rupees. Find the productivity. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നുള്ള നിലയിലാണ് പ്രൊഡക്ടിവിറ്റി കാണുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 25 × 120. നമുക്ക് എത്രയ്ക്കാണോ നമ്മൾ വിൽക്കുന്നത് അതുപോലെ തന്നെ എത്ര പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ 3000 ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മൾട്ടിപ്ലൈഡ് ബൈ 100 ഡിവൈഡഡ് ബൈ 1200. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 250% ആയിരിക്കും. ഓക്കെ, അതുപോലെ വിൽ ഡിസ്കസ് ദ സെക്കൻഡ് എക്സാമ്പിൾ. By adopting better seed, fertilizer and method of cultivation, the yield of his land is increased to 40 bags of paddy. നേരത്തേനേക്കാൾ കൂടിയിട്ടുണ്ട്. For this he spent rupees 1600. Find the increase in productivity. അപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കൾട്ടിവേഷൻ കണ്ടീഷൻസ് കൊടുത്തു, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസ് ചെയ്ത പ്രൊഡക്ടിവിറ്റി എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 40 × 120, ദാറ്റ് ഈസ് 4800. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 4800 മൾട്ടിപ്ലൈഡ് ബൈ 100 ഡിവൈഡഡ് ബൈ 1600. എത്രയ്ക്കാണോ അയാൾ സ്പെൻഡ് ചെയ്തത് ആ എമൗണ്ടാണ് 1600. സോ ദ പ്രൊഡക്ടിവിറ്റി ഇൻ ദിസ് കേസ് ഇസ് 300. അപ്പോൾ നേരത്തെ കേസിൽ നമുക്ക് 250 ആണ് കിട്ടിയത്. അപ്പോൾ ഇൻക്രീസ് എത്രയാണ്? 50% ആണ്. കാരണം നേരത്തെ 250 ആയിരുന്നു, കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തപ്പോൾ അയാളുടെ പ്രൊഡക്ടിവിറ്റി 300 ആണെന്ന് നമുക്ക് ബൈ ഫോർമുല കിട്ടി. അപ്പോൾ 50 ആണ് എത്രത്തോളം ഇൻക്രീസ് ആയി എന്നുള്ളത്. അതായത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ഇസ് 50%.
Now we will discuss the factors affecting productivity in an organization. The different factors are product or system design, machinery and equipment, skill and effectiveness of the worker and product volume. അതായത് ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയേണ്ടത് സിസ്റ്റം ഡിസൈൻ, ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഡിസൈൻ, മെഷീനറിയുടെ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് അത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ സ്കിൽഡ് ലേബർ ആയിരിക്കണം. കാരണം സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് ജോലി ചെയ്യാൻ കുറച്ച് സമയം മതി. അപ്പം സ്കിൽ ലേബർ ഈസ് വൺ ഓഫ് ദ ഫാക്ടർ. അതുപോലെ തന്നെ പ്രോഡക്റ്റ് വോളിയം, എത്രത്തോളം വോളിയമാണ് ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെയൊക്കെ ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരിക്കും ഈ പ്രൊഡക്ടിവിറ്റി വരുന്നത്. സ്ലൈഡിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊഡക്ടിവിറ്റിയുടെ ഒരു കൺസോൾട്ടേറ്റഡ് ഇമേജ് റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രോഡക്റ്റ് ഇമ്പാക്റ്റ്, മെഷീനറി എഫക്റ്റ്, വർക്കർ സ്കിൽ ലെവൽസ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സ്കെയിൽ എഫക്ട്സ്. അപ്പോൾ ഇത്രയും 4 ഫാക്ടേഴ്സാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ആൻഡ് മെഷർമെൻറ്റ്, അപ്പം അതിൻ്റെ ഒരു ഓവർ കൺസോൾട്ടേറ്റഡ് സ്റ്റെപ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണെന്ന് നമുക്കറിയാം. ആൻഡ് ക്വാളിറ്റി പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ബിക്കോസ് പ്രൊഡക്ടിവിറ്റി ഷുഡ് നോട്ട് കോമ്പൻസേറ്റ് വിത്ത് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സ്റ്റാൻഡേർഡ് വെർഷൻ ഓഫ് ദ പ്രോഡക്റ്റ് വിച്ച് ഇസ് ഡെലിവേർഡ് ഫ്രം ദ കമ്പനി. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇറ്റ് മെഷർമെൻറ്റ്. അപ്പം ഈ ഒരു ന്യൂമറിക്കൽ സെഷൻസ് എന്തായാലും നോക്കി വെക്കുക. നൗ വി വിൽ മൂവ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ്. ദർ ആർ സം കേസസ് വെൻ പ്രൊഡക്ടിവിറ്റി വിൽ നോട്ട് ബി കാൽക്കുലേറ്റഡ് എഫക്റ്റീവ്ലി. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി അഫക്റ്റ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ 2 പ്രോഡക്റ്റും ഒരേ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒന്നിൻ്റെ പ്രൊഡക്ഷൻ അടുത്തതിൻ്റെ പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസിലും, അതുപോലെ തന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ വോളിയൂം ഓഫ് ദ പ്രോഡക്റ്റ് ഡിഫറൻസ് വരുമ്പോഴോ പ്രൊഡക്ടിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ എക്സെപ്ഷണലാണ്. ജനറലി പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് ചേഞ്ചസിനെ നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ആക്ച്വൽ ഓർ പ്രോസ്പെക്റ്റീവ് ആയിരിക്കാം. ചിലപ്പോൾ അത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ലെവലായിരിക്കും, അല്ലെങ്കിൽ ഇനി ഭാവിയിലേക്കുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ലെവലായിരിക്കാം, ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കാം. ഡിസിഷൻ മേക്കിങ്ങിൽ ഇറ്റ് ക്യാൻ ബി സെർവ് ആസ് എൻ ഇൻപുട്ട്. അതുപോലെ തന്നെ മാനേജേഴ്സിന് ഈ പറഞ്ഞ ഇൻപുട്ട് വാല്യൂ ഡിറ്റർമൈൻ ചെയ്തതുകൊണ്ട് തന്നെ അത് കമ്പാരിറ്റീവ് സ്റ്റഡീസിന്, അതായത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റിയിൽ കിട്ടുന്നത്, കൂടുകയാണോ കുറയുകയാണോ എന്നൊക്കെ ഉള്ളത് സ്റ്റഡി ചെയ്യാനും ഈ ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റണം. ജനറലി പ്രൊഡക്ടിവിറ്റി മെഷേഴ്സ് ഇൻഡിവിജ്വൽ ലെവൽ, ഗ്രൂപ്പ് ലെവൽ, ഡിപ്പാർട്ട്മെൻറ്റൽ ലെവൽ, കോർപ്പറേറ്റ് ലെവൽ, നാഷണൽ ആൻഡ് ഗ്ലോബൽ ലെവൽ. അപ്പോൾ ഈ രീതിയിൽ എല്ലാം നമുക്ക് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാം. ഇൻഡിവിജ്വലായിട്ടോ ഗ്രൂപ്പായിട്ടോ ഗ്ലോബലി നമുക്ക് വേണമെങ്കിലും ചെയ്യാം. ആൻഡ് ദർ ആർ സം പാരാമീറ്റർ അഫക്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ്. നമ്മൾ എക്സെപ്ഷണൽ കേസ് നേരത്തെ പറഞ്ഞിരുന്നു. ദർ ആർ സം പാരാമീറ്റർ അഫക്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ് ഓർ മെഷേഴ്സ്. എഫിഷ്യൻസി ഒരു വൺ ഓഫ് ദ ഫാക്ടറാണ്. എഫക്റ്റീവ്നെസ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ആൻഡ് ഇന്നോവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതൊക്കെയാണ് പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. വി വിൽ ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ഫോർമുല യൂസ്ഡ് ഫോർ പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ്. LHC കാണുന്ന വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ബൈ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്, അതായത് പ്രൊഡക്ടിവിറ്റിയാണ്, ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് നെറ്റ് ആഡഡ് വാല്യൂ ബൈ ടോട്ടൽ കോസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് നെറ്റ് ആഡഡ് വാല്യൂ ബൈ ടോട്ടൽ കോസ്റ്റ്. അതുപോലെ തന്നെ ഒരു ഫോർമുലയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് ഫിക്സഡ് അസെറ്റ് പ്ലസ് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഫിക്സഡ് അസെറ്റും കറണ്ട് അസെറ്റും പ്ലസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ടോട്ടൽ ആയിട്ടുള്ള ലയബിലിറ്റീസ്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ചിലവ്, അത് നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇനി പ്രൊഡക്ടിവിറ്റി ബൈ ക്രെയ്ഗ് ആൻഡ് ഹാരിസ് മെത്തേഡിൻ്റെ ഫോർമുലയാണ് തന്നിട്ടുള്ളത്. പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു QT ബൈ L പ്ലസ് C പ്ലസ് R പ്ലസ് M എന്നാണ് ഫോർമുല. L എന്ന് വെച്ചാൽ ലേബർ, C ഇസ് ദ ക്യാപിറ്റൽ ഇൻപുട്ട് ആൻഡ് R ഇസ് ദ റോ മെറ്റീരിയൽ ആൻഡ് പർച്ചേസ്ഡ് പാർട്ട് ഇൻപുട്ട്, M എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ മിസ്ലിനിയസ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻപുട്ട് ഫാക്ടർ ആൻഡ് QT എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ക്രെയ്ഗ് ആൻഡ് ഹാരിസ് മോഡൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദിസ് പെർട്ടിക്കുലർ ഫോർമുല. ഇനി പ്രൊഡക്ടിവിറ്റി തന്നെ പല ടൈപ്പ് ഓഫ് പ്രൊഡക്ടിവിറ്റീസ് ഉണ്ട്. ലേബർ പ്രൊഡക്ടിവിറ്റി, ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി, പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി. ഇതെല്ലാം നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഇപ്പോൾ പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ബൈ ഇൻഡിവിജ്വൽ ഇൻപുട്ട്. ലേബർ പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ബൈ ലേബർ ഇൻപുട്ട്. ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ബൈ ക്യാപിറ്റൽ ഇൻപുട്ട്. അപ്പോൾ എന്തായാലും എല്ലാം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. വിത്ത് റെസ്പെക്ട് ടു ദ കണ്ടന്റ് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ അക്കോർഡിംഗ്ലി. അതുപോലെ തന്നെ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ബൈ മെറ്റീരിയൽ ഇൻപുട്ട്. എനർജി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് ബൈ എനർജി ഇൻപുട്ട്. ആൻഡ് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി മെഷർ, അതായത് TFP വിച്ച് ഈസ് ഈക്വൽ ടു നെറ്റ് ഔട്ട്പുട്ട്
ഡിവൈഡഡ് ബൈ സം ഓഫ് ഇൻപുട്ട്. അതിൽ സം ഓഫ് ഇൻപുട്ടായിട്ട് വരുന്നത് ലേബർ പ്ലസ് ക്യാപിറ്റൽ ഇൻപുട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നൗ വിൽ സോൾവ് വൺ പ്രോബ്ലം. ഫസ്റ്റ് എക്സാമ്പിൾ, ദാറ്റ് ഈസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻപുട്ട് കൺസ്യൂംഡ് ഫോർ എ പെർട്ടിക്കുലർ ടൈം പീരീഡ് ഫോർ എ പെർട്ടിക്കുലർ കമ്പനീസ് ഗിവൻ ബിലോ. കമ്പ്യൂട്ട് വേരിയസ് പ്രൊഡക്ടിവിറ്റി ഇൻഡിസസ്. നേരത്തെ പറഞ്ഞ പല പല പ്രൊഡക്ടിവിറ്റീസിൻ്റെ ഫോർമുല നോക്കി അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഹ്യൂമൻ ഇൻപുട്ട് 3000, മെറ്റീരിയൽ ഇൻപുട്ട് 2000, ക്യാപിറ്റൽ ഇൻപുട്ട്, എനർജി ഇൻപുട്ടൊക്കെ തന്നിട്ടുണ്ട്, അതർ മിസിലിനിയസും തന്നിട്ടുണ്ട്. പ്രൊഡക്ടിവിറ്റി ഇൻഡിസസിൽ നമ്മൾ ആദ്യം പഠിച്ചത് ലേബർ പ്രൊഡക്ടിവിറ്റിയാണ്. ഫോർമുല എന്ന് വെച്ചാൽ ടോട്ടൽ ഔട്ട്പുട്ട് ബൈ ലേബർ ഇൻപുട്ടാണ്. അപ്പം 10,000 ബൈ 3,000 അത് നമുക്ക് 3.33 എന്ന് കിട്ടി. ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ 10,000 ബൈ 3,000 3.33 കിട്ടി. മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി 5 എന്ന് കിട്ടി. എനർജി പ്രൊഡക്ടിവിറ്റി 5 എന്ന് കിട്ടി. ഇനി ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിനും നമുക്ക് നേരത്തെ ഒരു ഫോർമുല പഠിച്ചിരുന്നു. അതായത് ടോട്ടൽ ഔട്ട്പുട്ട് ബൈ സം ഓഫ് ഓൾ ഇൻപുട്ട്. അതായത് ഇൻപുട്ടിൻ്റെ വാല്യൂ എല്ലാം കൂടെ സം ചെയ്ത് ഡിനോമിനേറ്ററിൽ വരിക. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.053 കിട്ടി. അതുപോലെ തന്നെ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ടോട്ടൽ ഔട്ട്പുട്ട് മൈനസ് മെറ്റീരിയൽ ആൻഡ് സർവീസ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ലേബർ പ്ലസ് ക്യാപിറ്റൽ ഇൻപുട്ട്. അത്രയുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ വാല്യൂ ഇൻ ദിസ് പെർട്ടിക്കുലർ ഫോർമുല ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ ആൻസർ ആസ് 1.083. അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനുള്ള പ്രോബ്ലംസ് ആണ്. എന്തെങ്കിലും കണ്ടീഷൻ തന്നിട്ടുണ്ടോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇറ്റ്. മൂവിങ് ടു ദ സെക്കൻഡ് പ്രോബ്ലം, എ ഹാംബർഗർ ഫാക്ടറി പ്രൊഡ്യൂസ് 50,000 ബർഗർ ഈച്ച് വീക്ക്. ഒരു വീക്കിൽ 50,000 ബർഗേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ദ എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഈസ് ₹5,000 ആൻഡ് വിൽ റിമെയിൻ പ്രൊഡക്റ്റീവ് ഫോർ 3 years. അപ്പോൾ 3 years പ്രവർത്തിക്കുന്നു. എക്യുപ്മെൻറ്റ് കോസ്റ്റ് 5,000 ആണെന്ന് തന്നിട്ടുണ്ട്. ആനുവൽ ലേബർ കോസ്റ്റ് ഈസ് 8,000. ആനുവൽ ലേബർ കോസ്റ്റ് 8,000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ടീഷൻ. 2 പാർട്ടാണ് ക്വസ്റ്റ്യനിലുള്ളത്. വാട്ട് ഈസ് ദ പ്രൊഡക്ടിവിറ്റി ആസ് മെഷേർഡ് ഇൻ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പെർ റുപ്പി ഓഫ് ഇൻപുട്ട് ഓവർ 3-year പീരീഡ്. 3 വർഷത്തേക്കുള്ള പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന അതിൻ്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഹാസ് ദ ഓപ്ഷൻ ഓഫ് എൻ എക്യുപ്മെൻറ്റ് കോസ്റ്റ് ₹10,000 വിത്ത് ആൻ ഓപ്പറേറ്റിംഗ് ലൈഫ് ഓഫ് 5 years. ഇങ്ങനൊരു ഓപ്ഷനും കൂടെ മാനേജ്മെൻറ്റിനുണ്ട്, ആ കമ്പനിയിലുണ്ട്. ഇറ്റ് വുഡ് റെഡ്യൂസ് ലേബർ കോസ്റ്റ് ടു 4,000 പെർ ഇയർ. ഇങ്ങനൊരു കണ്ടീഷനാണ് ഉള്ളത്. ഷുഡ് മാനേജ് പർച്ചേസ് ദ എക്യുപ്മെൻറ്റ് എന്നാണ് ചോദ്യം. അപ്പം വേറൊരു കണ്ടീഷനും തന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ലാഭകരമായതാണെന്നാണ് ക്വസ്റ്റ്യനിലെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഫസ്റ്റ് കേസ്. ടോട്ടൽ ബർഗേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലേബർ പ്ലസ് എക്യുപ്മെൻറ്റ്. ഇതാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റിയുടെ ഫോർമുല എന്നറിയാം. ടോട്ടൽ ബർഗർ പ്രൊഡ്യൂസ് ഫസ്റ്റ് കേസിൽ എന്താണ് 50,000 × 52 × 3 ചെയ്യുക. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ 8,000 × 3 + 5,000 വിച്ച് വിൽ ബി അറൗണ്ട് 269 ബർഗർ പെർ ഇൻപുട്ടാണ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് കേസിൽ. ഇനി രണ്ടാമത്തെ മാനേജ്മെൻറ്റിന് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ടെന്ന് രണ്ടാമത്തെ പോർഷനിൽ പറയുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റിയിൽ ഈസ് ഈക്വൽ ടു 50,000 × 52 × 5. അതാണ് ന്യൂമറേറ്ററിൽ വരേണ്ടത്. അതായത് ഔട്ട്പുട്ട് വാല്യൂ ആണ് ന്യൂമറേറ്ററിൽ വരേണ്ടത്. ഡിവൈഡഡ് ബൈ 4,000 × 5 + 10,000 വിച്ച് ഈസ് ഈക്വൽ ടു 433 ബർഗർ പെർ ഇൻപുട്ട്. അപ്പോൾ രണ്ടിൻ്റെയും പ്രൊഡക്ടിവിറ്റി, രണ്ട് കേസിൻ്റെയും പ്രൊഡക്ടിവിറ്റി നോക്കുമ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റി കൂടുതൽ രണ്ടാമത്തെ കേസിലാണ്. കൂടുതലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ മിഷൻ കോസ്റ്റ് കൂടുതലാണെങ്കിലും അതിൻ്റെ ലൈഫ് കൂടുതലാണ്. മറ്റേ 3 വർഷമാണെങ്കിൽ ഇതിൽ 5 വർഷം ലൈഫുണ്ട്. ലേബർ കോസ്റ്റും കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടുന്നത് രണ്ടാമത്തെ കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മിക്കവാറും ഈ പ്രൊഡക്ടിവിറ്റി സെഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേബർ പ്രൊഡക്ടിവിറ്റി, അങ്ങനെയൊക്കെയുള്ള ടേംസ് നമ്മൾ ഓർക്കുക. അതിൻ്റെ ഫോർമുല നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ കണ്ടീഷനിൽ കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ ഫോർമുല ആൻഡ് ഫൈൻഡ് ഇറ്റ്. സോ ദിസ് ഈസ് ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.